വിശദമായ വാർത്തകൾ നോക്കാം. നവകേരള സദസ്സിന് പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയിൽ മാറ്റം. മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. പകരം കെ.പി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. വരുന്ന 29-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. മറ്റു വിഷയങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും LDF കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. ആന്റണി രാജു അതുപോലെ തന്നെ ദേവർകോവിൽ രണ്ടുപേരും അവരുടെ നമ്മുടെ മുൻ ധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തു കഴിഞ്ഞു. അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല, അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത്. അത് രാഷ്ട്രീയമായിട്ട് ഐക്യമുന്നണി ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. സമർപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക. അതാണ് മുന്നണി തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം സത്യപ്രതിജ്ഞ സമയം നടപടികളെല്ലാം മുഖ്യമന്ത്രിയെ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രി നിർവഹിക്കും. അവരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. LDF യോഗത്തിനു മുൻപായി രാവിലെ 10 മണിയോടെ മുഖ്യമന്ത്രിയെ കണ്ടാണ് ഇരുവരും രാജിക്കത്ത് കൈമാറിയത്. ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഏതായാലും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകും. 2.5 വർഷം മന്ത്രിയായിരിക്കാനായിരുന്നു LDF ധാരണ. അനുസരിച്ച് മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ വേണമെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുതെന്നുമായിരുന്നു കെ.പി. ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ഏതു വകുപ്പായാലും ചുമതല സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വ തീരുമാനം ഇന്ന് നടപ്പിലാകുന്നു എന്നുള്ളതാണ് അതിൽ സ്വാഭാവികമായ ഒരു കാര്യം. അപ്പുറത്തൊന്നും അതിൽ കൂട്ടിച്ചേർക്കാനോ പറയാനോ ഇല്ല. സന്തോഷത്തിന്റെ സന്താപ വിഷയമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും ഞാനുണ്ടായിരുന്നു. പിന്നെ അതിനുമുമ്പ് BSന്റെ മന്ത്രിസഭയിലും കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സവിശേഷതകളും പ്രത്യേകതകളും അങ്ങനെ ചുമതല നിർവഹിക്കാൻ നിയുക്തനാകുന്നില്ല. ആ നിയുക്തമാകുന്ന ചുമതല വളരെ വിനയപൂർവ്വം സത്യസന്ധമായി വിശ്വാസ്യതയോടുകൂടി സത്യസന്ധതയോടുകൂടി കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥനയും ആഗ്രഹവും. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക, ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. ഗതാഗത വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ചില ആശയങ്ങൾ മനസ്സിലുണ്ടെന്ന് നിയുക്ത മന്ത്രി കെ.പി. ഗണേഷ് കുമാർ ന്യൂസ് 8 പറഞ്ഞു. മുഖ്യമന്ത്രി അനുവദിച്ചാൽ തീരുമാനം നടപ്പിലാക്കും. തൊഴിലാളികളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകും. ഫയലുകൾ കൂടുതൽ നാൾ പിടിച്ചുവെക്കുന്നത് അഴിമതിയാണെന്നാണ് തന്റെ നിലപാടെന്നും കെ.പി. ഗണേഷ് കുമാർ ന്യൂസ് 8 വ്യക്തമാക്കി. നിയുക്ത മന്ത്രി കെ.പി. ഗണേഷ് കുമാറാണ് നമുക്കൊപ്പമുള്ളത്. ആദ്യം തന്നെ പുതിയ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിൽ ന്യൂസ് 8 പ്രേക്ഷകരുടെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് കാലത്തെ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവ പരിചയം, ഒപ്പം MLA എന്ന നിലയിലുള്ള ഇടപെടലുകൾ. ഇനിയിപ്പോൾ വകുപ്പ് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ഇനി ഗതാഗതമാണ് എന്ന് കരുതുക. എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ കണക്കില്ലാതെ ഇനി മുന്നോട്ട് പോകില്ല. പിന്നെ ഏറ്റവും ആധുനികമായ ഒരു സിസ്റ്റം അത് മനസ്സിലുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാനത് അദ്ദേഹം പ്രപ്പോസൽ കൊടുക്കും. അദ്ദേഹം അത് അംഗീകരിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുതിയ അത്യന്താധുനിക സിസ്റ്റം സുതാര്യമായി മുന്നോട്ട് പോയാൽ നമുക്ക് വളരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ ഒരു വകുപ്പ് മാറ്റം ആഗ്രഹിച്ചിട്ട് പലപ്പോഴും അതിന് സൂചനകളൊക്കെ പല ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്.
സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു എന്ന് വിചാരിച്ചാണ്. ഉറക്കം കുറവാണ്. അപ്പോൾ സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും വകുപ്പാണെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇതിപ്പോൾ ഈ ശമ്പളം കൊടുക്കാൻ വരുമ്പോൾ ഈ തൊഴിലാളികൾ എന്നെയും കൂടെ ചേർത്ത് അല്ലേ അവർ പ്രാവും. എന്തായാലും തൊഴിലാളികൾക്കും മന്ത്രിക്കും സമാധാനമായി ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് വകുപ്പിനെ മെച്ചപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേസമയം മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ഗണേഷ് കുമാറെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ള ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രായം ചെന്ന സമയത്താണ് ഒരില്ലാത്ത കേസിൽ കുടുക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിന്റെ പുറകിലുള്ള ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയേക്ക് മന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതിന് ശ്രീ പിണറായി വിജയൻ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതൊരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ. പിണറായി സൈക്കോപാത്ത് എന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. കണ്ണൂരിൽ മാത്രം അറിയാവുന്ന പിണറായിയെ കേരളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. കരിങ്കൊടി കാട്ടാൻ പോലും പറ്റാത്ത ഇടമായി കേരളം മാറിയിരിക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കുന്നത് P ശശിയാണെന്നും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. കാസർഗോഡ് മുതൽ കണ്ണൂരിലെത്തിയപ്പോൾ കണ്ണൂരിൽ നിങ്ങൾക്കറിയാം, കല്യാശ്ശേരിയിൽ വെച്ച് അടിച്ച അടി നിങ്ങൾക്കറിയാം. പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് കൊണ്ടുമൊക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ അടിച്ച് തലക്കടിച്ച് പൊളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ജീവൻ രക്ഷാപ്രവർത്തനാണ് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് സമനിലയുണ്ടോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത്. എന്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവൂ. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. കേസെടുത്തൊന്നും നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങളൊക്കെ കേസ് ഒരുപാട് കണ്ടവരാ. ഈ ബോംബ് പൊട്ടിച്ചിട്ടും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ നിരന്തരം കേസുകളിലും അക്രമങ്ങളിലുമൊക്കെ നെഞ്ചു വിരിച്ചു നിന്ന പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെയൊന്നും ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പിണറായി വിജയൻ അതറിയാലോ. പിണറായി വിജയനും ഞാനും തമ്മിൽ മുഖാമുഖം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ പിണ്ണ കോളേജിൽ. അതിന്റെ അനുഭവം പിണറായി വിജയൻ അറിയാലോ. അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ലേ? അദ്ദേഹം എന്ത് ആക്ഷനാണ് കണ്ടത് നിങ്ങൾക്ക് എന്നെ അറിയാലോ. അതുകൊണ്ട് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവിന്റെ മനസ്സല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായ സമാനതകളില്ലാത്ത സംഭവം SRCPയുടെ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഉണ്ടാകാത്ത അത്രയും ക്രൂരവും ഞെട്ടിക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നവകേരള സദസ്സിലൂടെ കേരളത്തെ മുഖ്യമന്ത്രി കലാപഭൂമിയാക്കിയെന്ന് VD സതീശൻ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. കേരളത്തിലെ CPMകാരുടെ അവസാന കാലഘട്ടം ഗുണ്ടകളുടെ വിളയാട്ടമാണെന്നും യോഗം ചേർന്ന UDF സമരപരിപാടികൾ തീരുമാനിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. കോൺഗ്രസ് മാർച്ചിലെ പോലീസ് നടപടി അവകാശ ലംഘനത്തിന് നോട്ടീസ്. മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കുമെതിരെ AP അനിൽകുമാറാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്. നരഹത്യാ ശ്രമമാണ് പോലീസ് നടത്തിയത്. പ്രതിപക്ഷ നേതാക്കളെ അപായപ്പെടുത്താൻ പ്രകോപനമില്ലാതെ സമ്മേളന വേദിയിലേക്ക് പോലീസ് ഗ്രനേഡ് എറിയുകയായിരുന്നുവെന്നും പോലീസ് മാനുവൽ പ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകിയില്ലെന്നും സ്പീക്കർക്ക് നൽകിയ നോട്ടീസിൽ പറയുന്നു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ച കേസിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. AD തോമസ്, അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖപ്പെടുത്തുക. മർദ്ദനമേറ്റവർ നൽകിയ ഹർജിയിൽ ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഡിസംബർ 14 നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്നതിനിടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആലപ്പുഴ ജലനാശുപത്രി ജംഗ്ഷനിലെ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച തോമസിനെയും അജയെയും ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ മൃഗീയമായി അടിക്കുകയായിരുന്നു.
വീണുകിടന്ന പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് തല്ലി. നിയമം മറികടന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അതിക്രമം കേരളം മുഴുവൻ ചർച്ചയായെങ്കിലും മുഖ്യമന്ത്രി സംഭവം കണ്ടിട്ട് പോലുമില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. മർദ്ദനമേറ്റ പ്രവർത്തകർ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനെ സമീപിച്ചെങ്കിലും സൗത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമെന്ന് വിലയിരുത്തി തള്ളുകയായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി കാണാത്ത സംഭവത്തിൽ കോടതിയുടെ സമയോചിതമായ ഇടപെടൽ. ആലപ്പുഴ സൗത്ത് പോലീസിലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൊടുത്തു. എന്നാൽ അതിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായതൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ന്യായം സംരക്ഷിക്കില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചതും സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതും. കേസിൽ അനിൽ കല്ലിയൂർ ഒന്നാം പ്രതിയും രണ്ടാം പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപുമാണ്. കണ്ടാലറിയുന്ന മുഖ്യമന്ത്രിയുടെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസുണ്ട്. പോലീസ് തടഞ്ഞു മാറ്റിയതിനു ശേഷമാണ് അനിൽ കല്ലിയൂർ ഉൾപ്പെടെയുള്ളവർ പരാതിക്കാരെ മർദ്ദിച്ചതെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു. ഇവരുടെ മർദ്ദനത്തിൽ KSU നേതാവ് തോമസിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയുടെ കൈയുടെ എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളും എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസ് സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നതെന്ന് EP ജയരാജൻ. പോലീസ് കൃത്യമായ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയുള്ളൂ എന്നും EP ജയരാജൻ വ്യക്തമാക്കി. ഒരു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരായിരിക്കണം. ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ ഗവൺമെന്റ് എന്തും നടപടി സ്വീകരിക്കൂ. പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത കാണിക്കുന്നുണ്ട്. 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടിയെടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. പ്രതിഷേധങ്ങൾക്കിടെ പുതിയ ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര കായിക മന്ത്രാലയം. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറേഷനെയാണ് സസ്പെൻഡ് ചെയ്തത്. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും റദ്ദാക്കിയിട്ടുണ്ട്. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗുസ്തി ഫെഡറേഷനെതിരെ കായിക താരങ്ങളുടെ ഭാഗത്തുനിന്നും കടുത്ത പ്രതിഷേധം ഉയർന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാർ നടപടി. ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. ആഫ്രിക്കൻ രാജ്യമായ ഗാബോണിൽ നിന്നും MV സായിബാബ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 25 ഇന്ത്യൻ യാത്രക്കാർ കപ്പലിലുണ്ടായിരുന്നു. കപ്പലിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇറാനെന്ന് അമേരിക്ക. വാർത്താക്കുറിപ്പിലൂടെയാണ് പെന്റഗൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. കപ്പലിന്റെ ഉടമസ്ഥാവകാശം ജപ്പാനാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇന്നലെയാണ് ഗുജറാത്ത് തീരമായ വൈരാവിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണം നടന്നത്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. ഈ പുണ്യ ദിനത്തിന്റെ എല്ലാ നന്മകളിലേക്കും നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. എന്നോട് ISL വാർത്തകൾ നോക്കാം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി FC നേരിടും. രാത്രി 8 മണിക്ക് കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തിലേറ്റ തോൽവിക്ക് സ്വന്തം കളിത്തട്ടിൽ പകരം വീട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക. രാത്രി 7 മണി മുതൽ തത്സമയം ന്യൂസ് 18 കേരളത്തിലും മത്സരം പ്രേക്ഷകർക്ക് കാണാം. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന്. നവമി,
ആരാധകരൊക്കെ വന്നു തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ മത്സരത്തിലേറ്റ ആ ഒരു തോൽവിക്ക് പകരം വീട്ടാനാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇറങ്ങുന്നത്. ഏതായാലും മത്സരം തീപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ആരാധകരൊക്കെ എത്തിത്തുടങ്ങിയല്ലേ? തീർച്ചയായും മിഥുൻ, ഒരു ക്രിസ്മസ് തലേന്നാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കായി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെ ഒരുക്കി വെക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ ആരാധകരും ഇവിടെ എത്തിയിരിക്കുന്നത്. കൊച്ചി അല്പസമയത്തിനുള്ളിൽ തന്നെ മഞ്ഞക്കടലാകും. അതിന്റെ ദൃശ്യങ്ങളാണ് എനിക്ക് പുറകിലൊക്കെ കാണുന്നത്. എന്തായാലും മുംബൈയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എതിരിടുന്നത്. ഇന്ന് മറ്റ് കളികളെക്കാൾ ഏറ്റവും കൂടുതൽ കാണികൾ എത്തുന്ന ഒരു ദിവസമെന്നാണ് ഇവിടെയുള്ള അതോറിറ്റീസ് കണക്കാക്കുന്നത്. അത്രയേറെ തിരക്കാണ് ഇവിടെ ഇതുവരേക്കും അനുഭവപ്പെടുന്നത്. നമ്മളോടൊപ്പം ഒരു കൂട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തന്നെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എത്രത്തോളം ഉണ്ട് ആവേശം? പറയാൻ പറ്റത്തില്ല. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്ന് തന്നെയാണോ നിങ്ങളുടെ പ്രതീക്ഷ? ഈ മുംബൈയില് വെച്ചിട്ടുള്ള ഒരു മത്സരത്തില് മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലൊരു ചെറിയൊരു തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് വിജയവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇപ്രാവശ്യം ഹോം ടൗണിൽ ഒന്ന് മത്സരിക്കുമ്പോൾ അത് വിജയിക്കേണ്ടത് അത്രമാത്രം അനിവാര്യമല്ലേ? ഇവിടെ ഇതുവരെ ടിക്കറ്റ് ഫുൾ ആയിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ട് ടിക്കറ്റ് ഫുൾ ആയി വരുന്നത്. 88,000 പേരോളം ഉണ്ട് മത്സരം കാണാൻ വേണ്ടിട്ട് തന്നെ. അപ്പൊ അതേപോലെ നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ ജയിപ്പിച്ചിട്ടേ പോകും. അവരോട് ചോദിക്കാം, അതായത് അഡ്രിയാൻ ലൂണയുടെ ഒരു അഭാവമുണ്ട്, അതെങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മറികടക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം കൂടി ചോദിക്കാം അവരോട്. ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയാം, ഓട് മോനെ കണ്ടം വഴി, ഓട് മുമ്പേ കണ്ടം വഴി. 3 മുട്ടൊന്നുമില്ല, മിനിമം ഒരു 7 ഗോളിൽ ഓടി. അടിച്ചിരിക്കും. നിങ്ങൾ എവിടെ നിന്നൊക്കെയാ വരുന്നത്? ഞങ്ങൾ മലപ്പുറത്താണ്, രണ്ടുപേരും മലപ്പുറത്താണ്. നിങ്ങള് എല്ലാ കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ ഇവിടെ എത്താറുണ്ടോ? എല്ലാ കളിയില്ല, കളി കാണാൻ പറ്റുന്ന ഒഴിവുള്ള ദിവസം ഞായറാഴ്ചകളാണ് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കളി മുംബൈയായിട്ട് വെച്ച് ജയിപ്പിച്ചിട്ടേ പോകും എന്ന് തയ്യാറെടുത്ത് തന്നെയാണ് വന്ന് നിൽക്കുന്നത്. 7 ഗോൾ വരെ കേരള ബ്ലാസ്റ്റേഴ്സ് അടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഈ ആവേശം കാണുമ്പോൾ തന്നെ അറിയാം. തീർച്ചയായും എന്തായാലും വളരെ ആകാംക്ഷയോടെയും ഒപ്പം തന്നെ പ്രതീക്ഷയോടെയുമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കാത്തിരിക്കുന്നത്. അതായത് മുംബൈയെ സ്വന്തം തട്ടകത്തിൽ അവരെത്തുന്നു. ഏതായാലും ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ. ക്രിസ്മസ് സമ്മാനമായി വലിയൊരു വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ആരാധകർക്ക് നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒപ്പം തന്നെ ആരാധകർ പറയുന്നത് പോലെ തന്നെ വലിയൊരു വിജയം മുംബൈക്കെതിരെ ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. കൂടാതെ തന്നെ ക്രിസ്മസിന്റെ ഒരു സമ്മാനം അത് വിജയത്തോടു കൂടി തന്നെ മഞ്ഞപ്പടയ്ക്ക് സമ്മാനിക്കാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും മറ്റൊരു ചോദ്യം കൂടി, അതായത് ആ ആരാധകരൊക്കെ അടുത്തുണ്ട്, ഒരു ചേട്ടൻ അടുത്തുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാം, അതായത് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ ഒരു കീ മേക്കർ ആയിരുന്ന പ്ലെയർ ആയിരുന്നു അഡ്രിയാൻ ലൂണ. ആ ലൂണയുടെ ഒരു അഭാവം കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ കോച്ച് ഇപ്പോൾ വ്യക്തമാക്കുന്നു, ഈ സീസണിൽ അഡ്രിയാൻ ലൂണയ്ക്ക് മത്സരത്തിലുടനീളം കളിക്കാനാകില്ല എന്ന് കോച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു താരത്തിന്റെ അഭാവം എങ്ങനെ മറികടക്കാനായിരിക്കും ഒരു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുക? കൂടാതെ തന്നെ ആരാധകരുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നവമി. അതെ, തീർച്ചയായും മിഥുൻ, ലൂണ കളിക്കാത്തത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നു. പക്ഷേ മുംബൈയിലെ തന്നെ 7 പ്രധാനപ്പെട്ട കളിക്കാരാണ് ചുവന്ന് കാർഡ് കണ്ട് പുറത്തായത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. നമുക്ക് ഈ ആരാധകരോട് തന്നെ ചോദിക്കാം. ഹലോ, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ ഇപ്രാവശ്യത്തെ കളിക്ക്? ജയിക്കും, കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. ഈ ലൂണ കളിക്കാത്തത് ഒരു തിരിച്ചടി ആവോ? തിരിച്ചടി ആവൂല, എന്നാലും കേരളം ജയിക്കും. ലൂണന്റെ പ്രശ്നം അവിടെ പരിഹരിക്കും. ലൂണന്റെ പ്രശ്നം പരിഹരിക്കും. പഞ്ചാബിനെതിരെ കളിച്ചായിരിക്കും അവിടെ പരിഹരിച്ച് നമ്മൾ ഗോൾ അടിച്ച് ജയിക്കും, ഉറപ്പാണ്. ഈ ഫാൻസ് എല്ലാവരും സപ്പോർട്ട് ആയിട്ടാണ് നോക്കുക. ഞങ്ങൾ കൂടെ ഉണ്ടാവും. എത്ര ഗോളിന് ജയിക്കും? 2-0. എത്ര ഗോളിന്
കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും? 3-1. 3-1. 5-1. 4 ഗോൾ അടിക്കും. ലൂണ കളിക്കാത്തത് ഏതെങ്കിലും വിധത്തിലൊരു തിരിച്ചടിയാവോ, അല്ലെങ്കിൽ ആശങ്കയുണ്ടോ? തിരിച്ചടി ആവില്ല, കാരണം മലയാളി പ്ലേയേഴ്സ് തന്നെ മിഡ് നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ജയിക്കും. വാശിയുണ്ട്, നമ്മള് ഫാൻസാറുണ്ട് ഇവിടെ, ജയിക്കും. നിങ്ങള് ഗാലറിയിലിരുന്ന് എന്താ ആവേശം കൊടുക്കും? ഇവിടെ നമ്മുടെ ഫോർട്ടാണ്, നമ്മൾ ജയിക്കും, ജയിച്ചിരിക്കും, ഉറപ്പാണ്. അതാണ് മിഥുൻ. എന്തായാലും 5 ഗോളുകൾക്ക് 4 ഗോളുകൾക്കൊക്കെ 7 ഗോളിന് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുമെന്നാണ് ഈ ആരാധകർ പറയുന്നത്. അവർക്കൊക്കെ ആഗ്രഹം അത് തന്നെയാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിനായി ഇവർ ഓരോരുത്തരും ഒരുങ്ങിക്കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ ഗാലറി നിറച്ച് നമ്മുടെ മഞ്ഞപ്പട ഒരുങ്ങിക്കഴിഞ്ഞു. മിഥുൻ, തീർച്ചയായും എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു മത്സരം തന്നെ ഇന്ന് നമുക്ക് ആരാധകർക്കായി പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ഒരു ക്രിസ്മസ് സമ്മാനവും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മഞ്ഞപ്പടയ്ക്ക് സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. 7 മണിക്കാണ് മത്സരം. തത്സമയം ന്യൂസ് 18 കേരളത്തിലും പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് ക്രിസ്മസ് കാലം നോക്കാം. ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങി നാടും നഗരവും. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് പാതിരാ കുർബാന നടക്കും. ക്രിസ്മസിനോടനുബന്ധിച്ചും വിപണിയും സജീവമാണ്. കേക്ക് നക്ഷത്ര വിൽപ്പന തകൃതിയായാണ് നടക്കുന്നത്. ക്രിസ്മസിനെ വരവേൽക്കാൻ കൊച്ചി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ബ്രോഡ്വേയിലാണ്. ഇവിടെ വിപണികളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വളരെയധികം സജീവമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പുൽക്കൂട് അലങ്കരിക്കാനും വീട് അലങ്കരിക്കാനും ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കാനുമുള്ള എല്ലാ മനോഹരമായ വസ്തുക്കളും ഒക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ആളുകൾ എല്ലാവരും. അടിപൊളിയാണ്. കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം നല്ലതാണ്. ഈ ക്രിസ്മസിലെ ഹൈലൈറ്റ് എന്താ? പുതിയ സാധനം എന്താ ആൾക്കാർ ഏറ്റവും കൂടുതൽ തേടി വരുന്നത്? ഐറ്റങ്ങള്, ബോള്, ഇങ്ങനത്തെ ഐറ്റങ്ങള്, പിന്നെ തൊപ്പി. മെയിൻ എല്ലാരും തൊപ്പി മേടിക്കും. മാല, പിന്നെ മാല, ഇങ്ങനെ മാല, പച്ചമാല. അങ്ങനെ പച്ചമാല, ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനുള്ള വസ്തുക്കൾ, പുൽക്കൂട് അലങ്കരിക്കാനുള്ള വസ്തുക്കൾ, ക്രിസ്മസ് തൊപ്പി, അങ്ങനെ എല്ലാം തന്നെ വിപണികൾ സജീവമാണ്. ആളുകളൊക്കെ ഇവിടെ ബ്രോഡ്വേയിലൊക്കെ നല്ല തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴും രാത്രിയും പകലുമെന്നില്ല, നല്ല തിരക്കാണ്. നക്ഷത്ര വെളിച്ചവുമൊക്കെ. വൈകുന്നേരങ്ങളിലാണ് ബ്രോഡ്വേയിൽ കുറച്ചുകൂടി തിരക്ക് കൂടുന്നത്. കാരണം ആളുകൾ ആ ലൈറ്റൊക്കെ കാണാൻ വരുന്ന, ഈ സാധനങ്ങൾ വാങ്ങുന്നതിനപ്പുറം ഈ ലൈറ്റൊക്കെ കാണാൻ വരുന്ന അത് ആസ്വദിക്കാനും ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും പള്ളികളിലും അടക്കം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇന്ന് പാതിരാ കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. സഭാ മേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലായിരിക്കും പള്ളികളിലും കുർബാന അർപ്പിക്കുന്നത്. എന്തായാലും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ക്രിസ്മസിനെ, പുതുപ്പിറവിയെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. ഇനി ശബരിമല വാർത്തകൾ നോക്കാം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. മണ്ഡലപൂജയ്ക്ക് ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനം. തങ്കയാഗി ഘോഷയാത്ര 26 വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. തിരക്ക് മുന്നിൽ കണ്ട ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ഇന്നും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ നോക്കാം. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ, വെള്ളി ഗ്രാമിന് 81 രൂപ, കിലോയ്ക്ക് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,503 രൂപ, ഓൺസിന് 1,89,055 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com കാണാം.
ഈ പരിപാടി തീർത്തു